ജനങ്ങളെ സേവിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ആദ്യമായി ജീവിതത്തിൽ ആത്മാർത്ഥമായി തോന്നിയ സന്ദർഭം ഏതാണ്? അത് ഓർമ്മിക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ 4.5 വയസ്സായപ്പോഴേക്ക് ആ കാലത്തെ മസൂരി പടർന്നു പിടിച്ച മസൂരി രോഗത്തിൽ പിടിപെട്ട് അന്നൊന്നും പരിഷ്കൃതമായ ചികിത്സാ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് ഈ നാട്ടുവൈദ്യന്മാർ ആയുർവേദത്തിൻ്റെ ആളുകൾ മാത്രമാണ് ശുശ്രൂഷയ്ക്കും ചികിത്സയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമായ നിലയിലുള്ള ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്നു. അങ്ങനെയുള്ള ദുഃഖത്തിലിരിക്കുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു റോൾ വഹിച്ചുകൊണ്ട് അച്ഛനാണ് എന്നെ വളർത്തിയത്. അച്ഛൻ സുഖമില്ലാതെ 2 മാസത്തോളം കിടന്നപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്മാരെ മുഴുവൻ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു പോകുന്ന ഭഗവാന്മാരെ മുഴുവൻ അച്ഛൻ്റെ സുഖത്തോട് ഭേദമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് നേർച്ചകളും ഒരുപാട് അഭ്യർത്ഥനകളൊക്കെ നടത്തി. അവസാനം നേർച്ചകളൊന്നും ഫലപ്പെടാതെ അച്ഛനും മരിച്ചു. 11 വയസ്സുള്ള ഇങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു. അത് മുതൽ എൻ്റെ ആ വിശ്വാസങ്ങളിങ്ങനെ പോയി. അതിനുശേഷം ആ കാലത്തെ ഒട്ടേറെ പത്രങ്ങളും മറ്റും വിധികളും എല്ലാം വായിക്കാൻ ഇടയായി. 7ാം ക്ലാസ്സിലെ അച്ഛൻ്റെ മരണത്തോടു കൂടിയിട്ട് പിന്നെ പഠനം തുറന്നു കൊണ്ടുപോകാൻ കഴിയാതെ ജ്യേഷ്ഠൻ്റെ ഒരു ജൗളിക്കടയും അതിൽ അദ്ദേഹം ടൈലറിങ്ങിൻ്റെ ആശാനായതുകൊണ്ട് 4-5 ശിഷ്യന്മാരെ വെച്ചുകൊണ്ടുള്ള ഉടുപ്പൊഴിഞ്ഞ് കൊടുക്കലും മറ്റൊക്കെ ഉണ്ടായിരുന്നൊരു കടയിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഞാൻ അവിടെ കൂടുമ്പോൾ അന്ന് ആലപ്പുഴ കയർ ഫാക്ടറിയിലെ തൊഴിലാളികൾ പലരും ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ കടയിൽ വരികയും തുണി വാങ്ങുകയും തയ്പ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വേറെ ആളുകളുമായിട്ട് പരിചയപ്പെടാൻ അവരെല്ലാം കൊണ്ട് തരുന്ന പുസ്തകങ്ങളും എല്ലാം തന്നെ വായിക്കാനും കൂടുതൽ ആശയപരമായി വളരാനും ഉള്ളൊരവസരം ആ കടയിലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചു. അങ്ങനെയാണ് അങ്ങനെ അവിടെ കഴിയുമ്പോഴേക്ക് അന്ന് ചണ്ടാല ഭിക്ഷി ദുരവസ്ഥ അതുപോലെ തന്നെയുള്ള കരുണ തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ നല്ലപോലെ അരങ്ങേറിക്കൊണ്ട് പല സ്ഥലങ്ങളിലും നടക്കുന്ന നാടകങ്ങൾ കാണാൻ പോവുക, കഥാപ്രസംഗങ്ങൾ കേൾക്കാൻ പോവുക, കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും യോഗങ്ങളിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോവുക, ഇതിനെല്ലാം അന്ന് സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കൂടുതൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ്റെ വിലക്കുകൾ വരുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആലപ്പുഴ കയർ ഫാക്ടറിയിലെ പുതുതായി ജോലിക്കാരെ എടുക്കുന്നു എന്ന് വന്നപ്പോൾ ഒരു സ്വതന്ത്രമായ ഒരു ജോലിയുമായിട്ട് പോകാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 1940 എനിക്ക് 17ാമത്തെ വയസ്സാണ് കയർ ഫാക്ടറി ജോലി പ്രവേശിച്ചു. അങ്ങനെ ഉള്ള മയിലെ ജ്യേഷ്ഠൻ്റെ കൂടെ ജ്യേഷ്ഠനെ സഹായിക്കാൻ വേണ്ടി തുണി മുറിച്ചു കൊടുക്കുക, വിൽപ്പന നടത്തുക തുടങ്ങിയിട്ടുള്ള സഹായത്തിൽ കൂടി പിന്നീട് ഫാക്ടറിയിൽ പോയി അന്ന് സ്മിത്ത് എന്ന് പറയുന്ന വെള്ളക്കാരൻ്റെ ഫാക്ടറി ആയിരുന്നു ആസ്പിൻ മോഡൽ. അവിടെ ജോലി ചെയ്തുകൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തൊഴിലാളികളുടെ കൂലിയും വേലസമയവും തൊഴിൽ വ്യവസ്ഥയും എല്ലാം വളരെ പിന്നോക്കവും അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനുകളുടെ സംഘടിതമായ പ്രക്ഷോഭവും പ്രവർത്തനങ്ങളും അത്യാവശ്യമായി. അങ്ങനെയുള്ള
പ്രവർത്തനത്തിൽ കൂടിയാണ്. അവിടെ കടയിൽ കഴിയുന്ന കാലത്താണ് 1939 കുട്ടനാട് രാമകൃഷ്ണപിള്ളയും എസ് ജോസഫും കൂടെ വന്നിട്ട് കോൺഗ്രസ്സിൽ എന്നെ അംഗമായി ചേർക്കുന്നത്. അപ്പം ഞാൻ ഈ യോഗങ്ങളിലെല്ലാം ഇങ്ങനെ പ്രസംഗിക്കാൻ ചെല്ലുന്നയാളെന്നുള്ള നിലയിലുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ഞാൻ ചേർന്നു. അത് കഴിഞ്ഞ് ഈ കോൺഗ്രസിൻ്റെ ദേശീയ രംഗത്ത് മഹാത്മാഗാന്ധി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സമരത്തിന് ആഹ്വാനം ചെയ്യുക, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി കളയുക, പിന്നെയും തുടങ്ങുക, ഇങ്ങനെയൊക്കെയുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനോട് ചെറിയ തരത്തിൽ ഒരു നീരസം വരികയും എയർ ഫാക്ടറി പ്രവേശിച്ചതോടുകൂടിയിട്ട് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളും രേഖകളും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ